TVK അധ്യക്ഷൻ ഇളയ ദളപതി വിജയ് തമിഴ്നാടിന്റെ CM ആയി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കാൻ ഇനി ഒരൽപ്പം സമയം കൂടിയേയുള്ളൂ. 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിശിഷ്ട വ്യക്തികൾ, പ്രമുഖർ അവിടെ ചടങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. TVK അധ്യക്ഷൻ വിജയ് നേരത്തെ തന്നെ അവിടെ എത്തിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രതിസന്ധികളൊക്കെ അവസാനിക്കുകയാണ്. ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ വരാൻ പോകുന്നത്. തമിഴ്നാടിനെ ഇനി ജോസഫ് വിജയ് ആണ് നയിക്കുക. ഇളയ ദളപതി ഇനി പെരിയ ദളപതിയാകുന്നു എന്ന ഏറ്റവും വലിയ പ്രത്യേകത കൂടിയുണ്ട്. 108 എന്ന സീറ്റുകൾ നേടിക്കൊണ്ട്, മാന്ത്രിക സംഖ്യ നേടിക്കൊണ്ടാണ് TVK തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. പക്ഷേ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ വീണ്ടും വേണമായിരുന്നു ഒരു 11 MLA-മാരുടെ പിന്തുണ. അത് ഇല്ലാതായതോടെയാണ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പ്രതിസന്ധി, TVK വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. അങ്ങനെ ഒടുവിൽ ഇന്നലെ VCK കൂടി പിന്തുണ അറിയിച്ചതിന് പിന്നാലെയാണ് 118 എന്ന മാന്ത്രിക സംഖ്യ തികയ്ക്കാൻ TVK കഴിഞ്ഞത്. ഒടുവിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് തമിഴ്നാട് കടക്കുകയാണ്. രേണുക വിവരങ്ങൾ നൽകാനായി ചേരുന്നു. രേണുക, ആരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു ചടങ്ങിലേക്ക്? ദിവ്യ, എന്തായാലും ഇപ്പോൾ ആനന്ദ് എത്തിച്ചേർന്നിട്ടുണ്ട്. ആനന്ദ് എന്ന് പറയുന്നത് 2009 മുതൽ വിജയുടെ വിജയ് മക്കൾ യോജകൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഒരു നേതാവാണ്. അതിൽ നിന്നാണ് ഈ TVK ശരിക്കും രൂപപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഒരു തലപ്പത്ത് നിന്നൊരു വ്യക്തിയാണ്. എന്തായാലും അദ്ദേഹവും ഈ ചടങ്ങിലേക്ക് ഇപ്പോൾ എത്തി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നമ്മളേവരും കാത്തിരുന്നതുപോലെ തൃശ്ശൂർ അവിടെ എത്തിയിട്ടുണ്ട്. തൃശ്ശൂരുടെ വസ്ത്രധാരണം അതിൽ എടുത്തു പറയേണ്ടതാണ്. വിജയ്ക്ക് ഇഷ്ടമുള്ള ഒരു നിറം ഏതാണെന്ന് ചോദിച്ചാൽ നീലയും കറുപ്പും ചുമപ്പുമാണ് വിജയ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നിറം. അത് തന്നെയാണ്, അതിലൊരു നീല കളർ സാരിയാണ് ഇപ്പോൾ എന്തായാലും തൃശ്ശൂർ ഇപ്പോൾ ഈ ചടങ്ങിൽ വേണ്ടി അണിഞ്ഞിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ ആ ഒരു ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് തമിഴ്നാട്ടിലുള്ള നിരവധി കോമഡി താരങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ സിനിമകളിൽ പോലും അഭിനയിച്ച നിരവധി പേരും അവിടെ എത്തിയിട്ടുണ്ട്. വിജയ്ക്ക് സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് അവർ എന്തായാലും വേദിക്ക് സമീപം അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ക്രമീകരണങ്ങൾ, വിപുലമായ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം, ഏകദേശം ഒരു അരമണിക്കൂർ മാത്രമേ ഉള്ളൂ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആയി ജോസഫ് വിജയ് ഇനി അധികാരമേൽക്കാൻ പോകുന്നത്. ഒരു നീണ്ട കാത്തിരിപ്പ് തന്നെ എന്ന് വേണം പറയാൻ. എന്തായാലും ചരിത്രം വഴിമാറിയിരിക്കുന്നു. ഒരു മനുഷ്യൻ വരുമ്പോൾ ചരിത്രം വഴിമാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും വലിയ രീതിയിലുള്ള കേരളത്തിൽ നിന്നടക്കം പോലും താരങ്ങളുടെ ഒരു പിന്തുണ വിജയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയാൻ. സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ഒരുപാട് താരങ്ങളും രാഷ്ട്രീയ നേതാക്കളടക്കം വിജയെ ആശംസ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വിജയ് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സമയം മുതൽ തന്നെ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ എന്തായാലും ആശംസ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഏവരെയും രാഷ്ട്രീയം നന്നായി നോക്കുന്ന ഏവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ദ്രാവിഡ മണ്ണ് ഇങ്ങനെ മാറിപ്പോകുമോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ദ്രാവിഡ മണ്ണും മാറുമെന്നാണ് വിജയ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. 1997 സന്ധികളിൽ തന്നെ ആദ്യമായി തന്നെ വിജയുടെ അച്ഛൻ സംവിധാനം ചെയ്ത സിനിമയിലാണ് വിജയ് കരിയറിലേക്ക് കയറുന്നത്. ആ സിനിമയുടെ പേര് പോലും ഈ ഒരു ചടങ്ങിൽ എടുത്തു പറയേണ്ടതാണ്. നാളെയെ തീർപ്പ് എന്നതാണ് ആ സിനിമയുടെ പേര്. അതുതന്നെയാണ് ഇന്ന് തമിഴ്നാടിന്റെ മണ്ണിൽ നടക്കാൻ പോകുന്നത്. നാളെയെ തീർപ്പ് എന്ന പോലെ തന്നെ നാളത്തെ അല്ലെങ്കിൽ ഇന്നു മുതൽ ഇനി ഭാവി ഭരിക്കാൻ പോകുന്ന ഈ 5 നീണ്ട വർഷക്കാലം ഭരിക്കാൻ പോകുന്നത് ജോസഫ് വിജയ് എന്ന തമിഴ്നാടിന്റെ താരവും മുഖ്യമന്ത്രിയുമാണ് എന്തായാലും ഭരിക്കാൻ പോകുന്നത്. സ്റ്റാലിൻ അടക്കമുള്ളവർക്ക് ഒരു ആശ്ചര്യം തന്നെ എന്ന് വേണം പറയാൻ. കാരണം സ്റ്റാലിനും സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ്. സിനിമാ ജീവിതം തനിക്ക് ഒട്ടും യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തി കൂടിയാണ് MK സ്റ്റാലിൻ എന്ന് വേണം പറയാൻ. എന്തായാലും വിജയ്ക്ക് ഇനി രാഷ്ട്രീയം വശമുണ്ടോ എന്നതാണ് എന്തായാലും സ്റ്റാലിൻ അടക്കമുള്ളവർ നിരീക്ഷിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നല്ലൊരു ചടങ്ങിൽ ഇന്ന് നടക്കാൻ പോകുന്ന ശുഭമുഹൂർത്തം നോക്കി തന്നെ 10 മണിക്കാണ് എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. ഇന്നലെ 6:30 വരെ നീണ്ട ഒരു പ്രയത്നം അല്ലെങ്കിൽ നീണ്ട തടസ്സങ്ങൾ നേരിട്ടൊരു വ്യക്തി കൂടിയാണ് ഗവർണർ. കേരളത്തിലേക്ക് മടങ്ങുന്നു എന്നടക്കമുള്ള നിരവധി തടസ്സങ്ങൾ ഉണ്ടായിട്ടും വിജയുടെ കൂടെ ഒരു നന്മ നിറഞ്ഞ വിജയ്ക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നു. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ നടക്കുകയാണ്. നിരവധി പേര് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ ജനസാഗരമാണ് വേദികളിലടക്കം കാണാൻ കഴിയുന്നത്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇന്ന് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. റോഡുകളിലടക്കം എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം MGRും ജയലളിതയ്ക്കും തമിഴ് മക്കൾ നൽകിയൊരു സ്വീകരണം, അല്ലെങ്കിൽ തമിഴ് മക്കൾ അവരെ നെഞ്ചിൽ ചേർത്ത് പച്ചകുത്തുന്ന ഒരു പാരമ്പര്യമൊക്കെ തമിഴ്നാട്ടിൽ വളരെ
എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ജോസഫ് വിജയുടെ വിസിൽ ചിഹ്നം പോലും കഴുത്തിൽ ടാറ്റു അടിച്ചിരിക്കുന്ന നിരവധി പേരുടെ ദൃശ്യങ്ങൾ പോലും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിസിലടി, എൻ്റെ വിസിൽ ചിഹ്നം നിങ്ങൾ വീട്ടിൽ കോലമിടൂ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് വിജയ്. എന്തായാലും DMK ഫാമിലിയിൽ പോലും TVKക്ക് സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വലിയ രീതിയിൽ രാഷ്ട്രീയകരണം അല്ലെങ്കിൽ താരസംഘടനകളിൽ അടക്കം പോലും വലിയ രീതിയിൽ ഒരു ആശ്ചര്യം അല്ലെങ്കിൽ വലിയ രീതിയിൽ സന്തോഷം പകരുന്ന ഒരു വാർത്ത കൂടിയാണ്. തമിഴ്നാടിനെയും കേരളത്തെയും സംബന്ധിച്ചോളം ഒരുപക്ഷെ ഇന്ത്യയെ പോലും ഇന്ന് ഇന്ത്യയുടെ കണ്ണുകൾ പോലും തമിഴ്നാടിന്റെ മുക്കിലും മൂലയിലും നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ജോസഫ് വിജയ് എന്ന് പറയുന്ന 51കാരൻ ഇന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാവാൻ പോവുകയാണ്. സിനിമയിൽ നിന്ന് തുടങ്ങിയ ഒരു ജീവിതമാണ് ഇന്ന് അദ്ദേഹം സിനിമ പോലും ഉപേക്ഷിച്ച് തമിഴ്നാടിന്റെ റിയൽ ജനനായകൻ ഇന്ന് അധികാരമേൽക്കാൻ പോകുന്നത്. അതാണ് ഒരു സിനിമ അത് യാഥാർത്ഥ്യമാകുന്ന സാഹചര്യമാണ് തമിഴ്നാട്ടിലാഗതമായിരിക്കുന്നത്. ഇളയ ദളപതി വിജയ് ഇനി തമിഴ്നാടിന്റെ CM ശ്രീ ജോസഫ് വിജയ് ആണ്. അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വിശിഷ്ട വ്യക്തികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മണിക്കാണ് ചടങ്ങ് സത്യപ്രതിജ്ഞ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖർ അവിടെ പങ്കെടുക്കാനായി എത്തിച്ചേരും. വിജയ് ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തമിഴ് സിനിമാ മേഖലയിലുള്ള വലിയ താരങ്ങളൊക്കെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിജയ്ക്ക് ആശംസ അറിയിച്ചുകൊണ്ട്, പിന്തുണ അറിയിച്ചുകൊണ്ട്. രേണുകയാണ് വിവരങ്ങൾ നൽകിയത്.